ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളൊരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടോക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്തെടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴിമുട്ട പൊട്ടിച്ചപ്പോഴാണ് ആ ഒരു മഞ്ഞ ഭാഗം 2 ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അത് വീട്ടിലുള്ള കോഴിയിട്ട മുട്ടയാണ്. അപ്പോൾ കുറച്ച് വലിപ്പമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മുട്ട. എന്നാലും കൂടുതലില്ല, കുറച്ച് ഒരു വലിപ്പമുള്ള ഒരു മുട്ടയായിരുന്നു. എന്നാലും ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മൈദയിലേക്ക് ഞാനൊരു കോഴിമുട്ട ഒഴിക്കുകയാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഞാനിതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഓയിലും അതുപോലെ തന്നെ മുട്ടയും എല്ലാം കൂടി നമുക്ക് മൈദയിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇനിയിപ്പോൾ അതേ കപ്പിൽ 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് വെള്ളം കറക്റ്റാണ് ഈ ഒരു മൈദയിലേക്ക് ഇട്ടാൽ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു മാവൊന്ന് വെച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഒരു 1.5 മണിക്കൂർ ഇതൊന്ന് പൊന്താൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് പൊങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ട് 1.5 മണിക്കൂർ വെക്കാം. അപ്പോൾ കറക്റ്റ് 1.5 മണിക്കൂർ ആയപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മാവ് ഡബിളായിട്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ട് ഇത്. അതിനിപ്പോൾ ഞാനിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിയ ബോൾസ് ആയിട്ട് തന്നെ നമ്മളിതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിനിപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് റൗണ്ടിലൊന്ന് ബോൾസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക, ഇത് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു പലകയിലേക്ക് ഞാനിതാ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ബോൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതാ കുറച്ചധികം തിക്നെസ്സിൽ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സെൻറ്റർ കൂടി ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഒരു ഈക്വലായിട്ടാണ് ഞാൻ ഇത് 4ഉം ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചധികം തിക്നെസ്സിൽ തന്നെ നമ്മളിത് പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി മൊത്തത്തിൽ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലതും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനിതാ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ചൂടായിട്ട് വേണം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മേലേക്ക് നമ്മൾ എണ്ണ ഇതുപോലെ ഒന്ന് ഈ ഒരു ചട്ടകം വെച്ചിട്ട് റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ നമുക്കിതൊന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് വേഗത്തിൽ തന്നെ റെഡിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കൂടുതൽ ടൈം നമ്മൾ എണ്ണയിലൊന്നും ഇടണ്ട. വേഗത്തിൽ തന്നെ എണ്ണയിൽ നിന്നും നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ഇനി ബാക്കി കൂടി ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വറുത്തിട്ടുള്ള വെളുത്ത എള്ള് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യ് വേണം കേട്ടോ. അപ്പോൾ നല്ല നെയ്യ് തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ സ്നാക്സും എടുത്തിട്ട് ഈ ഒരു നെയ്യ് നന്നായിട്ട് തന്നെ ഒരു സ്നാക്സിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്നാക്സിൻ്റെ മുകളിലായിട്ട് ഒരു ഭാഗത്ത് മാത്രം നമുക്ക് നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് നെയ്യ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലേക്ക് എള്ളിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ എള്ള് നമുക്കിതിൻ്റെ മേലേക്ക് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. ബാക്കി കൂടി ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് എല്ലാ സ്നാക്സിൻ്റെ മുകളിലായിട്ട് ഞാൻ ഓരോരോ ചെറീസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
എന്താ പറയുക, കഴിക്കാനും കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു സ്നാക്സ്. ഭയങ്കര ടേസ്റ്റാണ്. ഈ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ എള്ളും ഈ ഒരു ചെറീസൊക്കെ കൂടി ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.